ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 23 ചൊവ്വ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16 അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം മുതൽ പതുക്കെ പതുക്കെ താൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ശിഷ്യന്മാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാവുന്നുണ്ട്. ഇന്നത്തെ ആദ്യ വചനം ഈശോ ഇങ്ങനെയാണ് പറയുക: നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്. നിങ്ങളിതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ സങ്കടത്തിനല്ല. ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തകർന്ന പോലെ ആകരുത്, നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുക. എന്നിട്ട് അവസാനത്തെ വാചകം, 7ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക: എങ്കിലും സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അപ്പൊ ഈശോ പോകുന്നു എന്ന് കേട്ടപ്പോൾ സങ്കടമായി. അപ്പൊ ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നേട്ടത്തിനാണ്. ഞാൻ പോയാൽ സഹായകരെ നിന്റെ അടുത്തേക്ക് അയക്കും. സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നീ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതല്ല, നീ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നടക്കുന്നതിലല്ല, ദൈവം സ്വപ്നം കണ്ട ഒരു മനുഷ്യനായിട്ട് നീ മാറുന്നതിനാ. ദൈവത്തിന്റെ പദ്ധതിയിൽ നീ വിരിയുന്നതിലാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുക. ചിലപ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു കളയുന്നത് നിന്റെ നാശത്തിനല്ല, നിനക്ക് കൂടുതൽ നന്മ നൽകാൻ വേണ്ടിയാണ്. നീ വിട്ടുകൊടുക്കുമ്പോഴാണ് നിന്നില് ഈ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം പദ്ധതിയും വന്നണിയുക. ഈശോ പോകുമ്പോൾ ശിഷ്യന്മാർക്ക് സങ്കടമാണ്, പക്ഷെ അത് നന്മയ്ക്കാന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ നീ പ്രതീക്ഷിക്കാത്ത രീതി വരുമ്പോൾ അത് നിന്റെ നന്മയ്ക്കാണെന്ന് കണക്കുകൂട്ടാൻ സാധിക്കും. ആ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നല്ല സാധിക്കത്തുള്ളൂ. സുഹൃത്തെ, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ പദ്ധതികൾക്കായിട്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിന്നോട് ചേർന്ന് വിലയിരുത്തുവാനായിട്ട് ജീവിതകാര്യങ്ങളെ എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.